നമസ്കാരം. ഇറാന്റെ ഡ്രോൺ വിപ്ലവം കണ്ട് ട്രംപ് വിരണ്ടു. അമേരിക്കയെ കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇറാന്റെ പടപ്പുറപ്പാട്. വൻ ശക്തികളുടെ ഉറക്കം കെടുത്തുന്ന ഇറാന്റെ ഡ്രോൺ വിപ്ലവം, ഇറാന്റെ ചതുരംഗ കളിയിലെ പുതിയ കരുക്കൾ പുറത്തെടുത്ത് മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം. അറബിക്കടലിലെ തിരമാലകൾക്ക് മുകളിൽ അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ കാവൽ നിൽക്കുമ്പോഴും അവരുടെ ഉറക്കം കെടുത്തുന്നത് ഇറാന്റെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയാണ്. കഴിഞ്ഞ ദിവസം USS എബ്രഹാം ലിങ്കന് സമീപമെത്തിയ ഷഹദ് 139 ഡ്രോണിനെ അമേരിക്ക വെടിവെച്ചിട്ടു എന്ന വാദമൊക്കെ ഉയരുമ്പോൾ അത് ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നത് ഒന്നേ ഉള്ളൂ: ലോകത്തെ വൻ ശക്തികളെപ്പോലും വെല്ലുവിളിക്കുവാൻ ശേഷിയുള്ള ഇറാന്റെ സൈനിക മുന്നേറ്റത്തെക്കുറിച്ച്. ദശകങ്ങളായി തുടരുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും സമ്മർദ്ദങ്ങളെയും തരിപ്പണമാക്കിയിട്ട് പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് ഇറാൻ വികസിപ്പിച്ചെടുത്ത ഈ നിശബ്ദ പോരാളികൾ ഇന്ന് പശ്ചിമേഷ്യയിലെ പ്രതിരോധ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആഭ്യന്തര സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായിട്ട് ഇന്ന് ഈ ഡ്രോണുകൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചയാകുന്നു. ഇറാന്റെ ഡ്രോൺ ശക്തി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആദ്യം ഉയർന്നു വന്നത് ഷഹദ് പരമ്പരയാണ്. ഷഹദ് 136 പോലുള്ള ഡ്രോണുകൾ കാമിക്യൂസ് അല്ലെങ്കിൽ വൺ വേ അറ്റാക്ക് ഡ്രോൺ എന്ന പേരിലാണ് ലോകം അറിയുന്നത്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാനാവുന്നതും ദീർഘദൂരത്തേക്ക് പറക്കാനാവുന്നതും ഒരേ സമയം നിരവധി എണ്ണം വിന്യസിച്ച് പ്രതിരോധ സംവിധാനങ്ങളെ സാച്ചുറേഷൻ ആക്രമണത്തിലൂടെ തളർത്താനാവുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. ഇറാനെ സംബന്ധിച്ച് ഇത് വളരെ വലിയ നേട്ടമാണ്. കാരണം അമേരിക്ക പോലുള്ള ശക്തികൾക്കുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും പോലെ വൻ ചെലവുള്ള ആയുധങ്ങളുമായി മത്സരിക്കേണ്ട സാഹചര്യം അവർക്കില്ല. പകരം കുറഞ്ഞ ചെലവിൽ ഉയർന്ന പ്രഭാവം സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു സാമ്പത്തികമായിട്ട് ഉപരോധം നേരിടുന്ന രാജ്യത്തിന്റെ തന്ത്രപരമായിട്ടുള്ള ബുദ്ധിമുട്ടില്ലാത്ത തീരുമാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ള ഷഹദ് 139 ഡ്രോണിന്റെ പ്രാധാന്യം ഉയരുന്നത്. മുൻ പതിപ്പുകളെക്കാൾ മെച്ചപ്പെട്ട ശ്രേണിയും ദൈർഘ്യമേറിയ പറക്കൽ ശേഷിയുമുള്ള മോഡലായിട്ടാണ് ഷഹദ് 139 വിലയിരുത്തപ്പെടുന്നത്. ഇത് നിരീക്ഷണത്തിലും ലക്ഷ്യം നിർണയത്തിനും ഒക്കെ ഉപയോഗിക്കപ്പെടുന്നുവെന്ന വിലയിരുത്തലുകൾ ശക്തമാണ്. അമേരിക്ക ഉദ്യോഗസ്ഥർ ഈ ഡ്രോൺ അപ്രതീക്ഷിതമായി സമീപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അറബിക്കടൽ പോലുള്ള മേഖലയിലെ അമേരിക്ക സൈനിക നീക്കങ്ങൾ തന്നെ ഇറാനെ സംബന്ധിച്ച് സ്ഥിരം ഭീഷണിയാണ്. ഒരു വിദേശ ശക്തിയുടെ വിമാനവാഹിനി കപ്പൽ ഇറാന്റെ അതിർത്തിക്ക് സമീപം സ്ഥിരമായി നിലനിൽക്കുമ്പോൾ അതിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുവാൻ ഇറാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ തന്ത്രമാണ്. ഇത് ആക്രമണ ഉദ്ദേശം എന്ന രീതിയിൽ മാത്രം വ്യാഖ്യാനിക്കുന്ന രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇറാന്റെ UAV വികസനത്തിന്റെ മറ്റൊരു പ്രധാന അടയാളമാണ് ഷഹദ് 129 പോലുള്ള വലിയ ഡ്രോണുകൾ. ഏകദേശം 24 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് പറക്കാൻ കഴിയുന്ന ദീർഘദൂര ശേഷിയുള്ള ഈ മോഡലുകൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടത്തരം ഉയരത്തിലുള്ള നിരീക്ഷണ ഡ്രോണുകളുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇതിലൂടെ ഇറാൻ വ്യക്തമാക്കുന്നത് അവർക്ക് വെറും ലോയ്റ്ററിംഗ് ഡ്രോണുകൾ മാത്രമല്ല, സുസ്ഥിരമായിട്ടുള്ള നിരീക്ഷണം ആക്രമണ ശേഷിയും കൈവശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാലത്ത് പൂർണ്ണമായിട്ടും പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഈ സാങ്കേതിക മേഖലയിലേക്ക് ഇറാൻ കടന്നു വരിക എന്നത് തന്നെ വലിയൊരു സൈനിക മുന്നേറ്റമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഷഹദ് പരമ്പരയ്ക്ക് പുറമെ മൊഹാജർ ഡ്രോണുകളും ഇറാന്റെ ശക്തിയുടെ അടിത്തറയാണ്. മൊഹാജർ 2, മൊഹാജർ 4 പോലുള്ള പഴയ മോഡലുകൾ ആദ്യം രഹസ്യാന്വേഷണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നുവെങ്കിലും പിന്നീട് മൊഹാജർ 6, മൊഹാജർ 10 പോലുള്ള പുതുമുഖങ്ങൾ വളരെ ഗൈഡഡ് ആയുധങ്ങൾ വഹിക്കുവാനും ദീർഘദൂര നിരീക്ഷണവും ആക്രമണവും നടത്തുവാൻ കഴിയുന്ന രീതിയിൽ വികസിപ്പിച്ചെടുത്തു. പ്രത്യേകിച്ച് മൊഹാജർ 10 പോലുള്ള മോഡലുകൾ ഇറാന്റെ ഡ്രോൺ വ്യവസായം അടുത്ത തലത്തിലേക്ക് കടന്നു എന്നതിന്റെ തെളിവുകളാണ്. അപ്പോൾ ഈ ഡ്രോണുകൾ ഒരു രാജ്യത്തിന് വേണ്ടി സ്ഥിരമായിട്ട് നിരീക്ഷണ സംവിധാനവും അതിന്റെ സുരക്ഷാ ബഹിരാകാശ കവചവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇറാന്റെ സൈനിക നവീകരണത്തിന്റെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഉദാഹരണമാണ് കമാൻഡ് 22 പോലുള്ള വലുതും ദീർഘദൂരവുമായിട്ടുള്ള യുദ്ധ ഡ്രോണുകൾ. US പ്രൊഡക്ടർ കൂടാതെ റീപ്പർ ഡ്രോണുകളോട് സാമ്യമുള്ള ഈ മോഡലുകൾ പാശ്ചാത്യ സാങ്കേതിക വിദ്യയുടെ ഏകാധിപത്യം തകർക്കുവാൻ ഇറാൻ നടത്തിയ ശ്രമത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആ ഏകാധിപത്യം തകർക്കാൻ നടത്തുന്ന ഇറാന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ഹാഡിഡ് 110 പോലുള്ള ജെറ്റ് പവർ ഡ്രോണുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുവാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഇറാൻ പഴയ രീതിയിലുള്ള സൈനിക ശക്തി മാത്രമല്ല, ആധുനിക അസാമാന്യ യുദ്ധരീതികളും അത്തരത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യമാണ് എന്ന സന്ദേശമാണ് പുറത്തു നൽകുന്നത്. അതുപോലെ തന്നെയാണ് അരഷ് 2 പോലുള്ള വൺ വേ ആക്രമണ ഡ്രോണുകൾ. അത് ഇറാന്റെ ദീർഘദൂര ആക്രമണ ശേഷിയുടെ ഭാഗമാണ്. ഇറാന്റെ തന്നെ വാദപ്രകാരം നോക്കുകയാണെങ്കിൽ ശത്രുക്കളുടെ ഉയർന്ന മൂല്യമുള്ള സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടാൻ ഇവയ്ക്ക് കഴിയുമെന്നുള്ള ഒരു അവകാശവാദം കൂടി ഇറാൻ മുന്നോട്ട് വെക്കുന്നു. മാത്രമല്ല പാശ്ചാത്യ ലോകം ചിലപ്പോൾ ഇതുവരെയും ഇതിനെ ഭീഷണിയായി ചിത്രീകരിക്കുമ്പോൾ ഇറാൻ ഇതിനെ പ്രതിരോധ തടയൽ ശക്തി എന്ന നിലയിലാണ് കാണുന്നത്. കാരണം അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ പോലുള്ള ശക്തികൾക്ക് ഇറാനെ ആക്രമിക്കുവാൻ തുനിയുമ്പോൾ തിരിച്ചടി നൽകാൻ കഴിയുന്ന ശേഷിയാണ് ഒരു രാജ്യത്തെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഡ്രോൺ പദ്ധതിയെ വെറും ആക്രമണ സാങ്കേതിക വിദ്യയായി മാത്രം കാണുന്നത് അപൂർണമായിട്ടുള്ള സമീപനമാണ്.
ഇറാൻ സ്റ്റെൽത്ത് സ്റ്റൈൽ ഡ്രോണുകളിലേക്കും ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഇത് അവരുടെ പ്രതിരോധ വളർച്ചയുടെ മറ്റൊരു പ്രധാന ഘടകമാണ്. ഷെയ്ഗ പോലുള്ള ഡ്രോണുകൾ അമേരിക്കൻ സാങ്കേതിക വിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് എന്നും റഡാർ കണ്ടെത്തൽ കുറയ്ക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഉപരോധങ്ങളും സാങ്കേതിക നിയന്ത്രണങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു സ്റ്റെൽത്ത് കഴിവുള്ള ഡ്രോൺ വികസിപ്പിക്കുവാൻ കഴിയുന്നത് തന്നെ ഇറാന്റെ പ്രതിരോധ വ്യവസായ ശേഷിയുടെ തെളിവാണ്. അതായത് ഉപരോധം ഇറാനെ തകർക്കുകയല്ല, മറിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് കൂടുതൽ ശക്തമായിട്ട് തള്ളിവിടുകയാണ് എന്നുള്ള വാദമാണ് ഇവിടെ ശരിവെക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ തന്നെ അമേരിക്ക ഇറാൻ ഡ്രോൺ സംഭവം ഒരൊറ്റ സംഭവമായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. പശ്ചിമേഷ്യയിലെ ശക്തി മത്സരത്തിന്റെ വലിയ പശ്ചാത്തലത്തിലാണ് ഇത് നിലകൊള്ളുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെ ഈ അമേരിക്ക പതിറ്റാണ്ടുകളായിട്ട് ഈ മേഖലയിൽ യുദ്ധക്കപ്പലുകളും സൈനിക താവളങ്ങളും ഒക്കെ നിലനിർത്തുകയാണ്. അതേസമയം ഇറാൻ സ്വന്തം അതിർത്തികളിൽ സ്ഥിരമായിട്ട് ഭീഷണി അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഡ്രോണുകൾ പോലുള്ള കുറഞ്ഞ ചിലവിൽ ഫലപ്രദമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നത് ഇറാന്റെ അവകാശപ്പെട്ട പ്രതിരോധ അവകാശം എന്ന നിലയിൽ കാണാം. ഒരു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുവാൻ അതിന്റെ സൈനിക ശേഷി അല്ലെങ്കിൽ സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അതിനെ കുറ്റകരമായിട്ട് ചിത്രീകരിക്കുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പിന്റെ ഭാഗമാണ് എന്ന് ഇറാൻ അനുകൂലമായിട്ട് നിരീക്ഷിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇറാന്റെ ഡ്രോൺ വികസനം ഒരേ സമയം രാഷ്ട്രീയ സന്ദേശവും സൈനിക തന്ത്രവുമാണ്. നമ്മൾ ഉപരോധങ്ങൾക്കിടയിലും തകർന്നിട്ടില്ല എന്നതാണ് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഒരു കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങേണ്ടി വന്നിരുന്ന ഇറാൻ ഇന്ന് സ്വന്തം സൈനിക വ്യവസായം വളർത്തി ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നു. അതിനാൽ ഇത് വെറും ഒരു സൈനിക സംഭവമല്ല, ഇതൊരു സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന് സമീപം ഡ്രോൺ എത്തിയത് ഭീഷണിയായി മാത്രമല്ല നിരീക്ഷണ മുന്നറിയിപ്പ് എന്ന രീതിയിലും വായിക്കാവുന്നതാണ്. അറബിക്കടലിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവിയെ നേരിട്ട് ബാധിക്കുന്നതാണ്. കാരണം ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയ സംഘർഷങ്ങളിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും വിമാനവാഹിനികളും മേഖലയിൽ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നത് തന്നെ യുദ്ധഭീഷണി ഉയർത്തുന്നു എന്നുള്ളതാണ്. അതേസമയം ഇറാൻ പോലുള്ള രാജ്യങ്ങൾ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ വിന്യസിക്കുമ്പോൾ അത് സംഘർഷം വർദ്ധിപ്പിക്കുന്നതായിട്ട് അമേരിക്കയും സഖ്യകക്ഷികളും പ്രചരിപ്പിക്കുന്നു. യാഥാർത്ഥ്യം എന്നാൽ ഈ മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണമാകുന്ന ഒരൊറ്റ രാജ്യത്തിന്റെ പ്രവർത്തനം മാത്രമല്ല, മറിച്ച് വിദേശ ശക്തികളുടെ ഈ സ്ഥിരം സൈനിക സാന്നിധ്യവും ഇടപെടലും കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാന്റെ ഡ്രോൺ ശക്തിയെ പറ്റിയുള്ള ചർച്ചകൾ ഇനിയും ശക്തമാകും. കാരണം ഡ്രോണുകൾ ഇന്നത്തെ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിയിരിക്കുന്നു. ചിലവ് കുറഞ്ഞതും വിന്യാസം എളുപ്പവുമായിട്ടുള്ള UAE സാങ്കേതിക വിദ്യകൾ വലിയ സൈനിക ശക്തികളെയും ആശങ്കപ്പെടുന്ന തരത്തിലേക്ക് അവർ വളർന്നിരിക്കുന്നു. ഇറാൻ അതിൽ മുന്നേറുകയാണ്. അതിനാൽ തന്നെ ഈ സംഭവത്തെ കേവലം ഒരു ഡ്രോൺ വെടിവെച്ചിട്ടു എന്ന വാർത്തയായി മാത്രം കാണാതെ പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യത്തിൽ ഇറാൻ ഉയർത്തുന്ന പ്രതിരോധ തടയൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. ഇറാന്റെ ഡ്രോൺ വികസനത്തെ പൂർണ്ണമായിട്ടും നെഗറ്റീവായി ചിത്രീകരിക്കുന്ന സമീപനം അത് യാഥാർത്ഥ്യങ്ങളെ മറികടക്കുന്നതാണ്. ഉപരോധങ്ങൾക്കിടയിലും സാങ്കേതിക നിയന്ത്രണങ്ങൾക്കിടയിലും ഇറാൻ സ്വയം വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങൾ അവരുടെ ദേശീയ സുരക്ഷയ്ക്ക് ആവശ്യമാണ് എന്ന വാദം ശക്തമാണ്. പശ്ചിമേഷ്യയിൽ സ്ഥിരം ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന് സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഒരു കുറ്റകരമായ കാര്യമേ അല്ല, മറിച്ച് അത് അവകാശപ്പെട്ട സ്വാഭാവിക നടപടി മാത്രമാണ്. അമേരിക്ക പോലുള്ള ശക്തികൾക്ക് അവരുടെ സൈനിക സാന്നിധ്യം ന്യായീകരിക്കാൻ കഴിയുമ്പോൾ ഇവിടെ ഇറാൻ പോലൊരു രാജ്യത്തിന് സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുവാനുള്ള അവകാശം നിഷേധിക്കുന്നത് നീതിയല്ലാത്ത അന്താരാഷ്ട്ര സമീപനമായി മാത്രമേ അതിനെ വിലയിരുത്താനാകൂ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഡ്രോണുകളുടെ രാജാവായിട്ട് ഇറാൻ വളരുമ്പോൾ ഇറാന്റെ ഡ്രോൺ വിപ്ലവം കണ്ട് വിരണ്ടു പോവുകയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ കുഴിച്ചുമൂടാൻ തയ്യാറെടുക്കുന്ന ഇറാനെ പ്രതിരോധിക്കാൻ ട്രംപ് നടത്തുന്ന പലതരത്തിലുള്ള വെല്ലുവിളികളും അവർക്ക് തന്നെ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.